പേര് പോലെ തന്നെ ഇതൊരു കൂടാണ്, കരുതലിൻ്റെ കൂട്. ക്യാൻസർ സെൻ്ററിലെ രോഗികൾക്കൊപ്പം എത്തുന്ന കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയാണ് ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ക്യാൻസർ വാർഡിനോടനുബന്ധിച്ച് ഒരു വെയിറ്റിംഗ് ഏരിയ വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ചും ക്യാൻസർ ICUവിൽ ഇരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാൻ വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. സ്ത്രീകൾക്ക് ചേഞ്ച് ചെയ്യാനും അതുപോലെ മറ്റാവശ്യങ്ങൾക്കൊക്കെയുള്ള. ഞങ്ങളുടെ ബാച്ച് ക്യാൻസർ വാർഡിനോട് ചേർന്ന് ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 റൂംസും ഒരു ഓപ്പൺ ഏരിയയുമായിട്ട് ഒരു ബൈസ്റ്റാൻഡർ ലോഞ്ച് ഇന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഏകദേശം 35 ലക്ഷം രൂപയോളം ആയിട്ടുണ്ട്. ഈ ലോഞ്ച് ഒരു സാധാരണ ഒരു വെയിറ്റിംഗ് ഏരിയ എന്നതിനേക്കാളുപരി റെസ്റ്റ് പ്ലേസ് ഉണ്ട്, ക്യാമറ സർവൈലൻസ് ഉണ്ട്, ഒരു 2 ടയർ ബെഡ് സിസ്റ്റം ഉണ്ട്, ആക്സസ് കൺട്രോൾ ഉണ്ട്, പോഷ് വാഷ് ഏരിയ, ബാത്റൂം ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ 1985 ബാച്ചിലെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ ശ്രമമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. ഞങ്ങൾ 100 പേരായിട്ട് തുടങ്ങിയ ഒരു ബാച്ചാണ്. ഡോക്ടർ സുനിൽ, ഡോക്ടർ അനന്ത പത്മനാഭൻ, ഡോക്ടർ ധനേശ്വരി, ഡോക്ടർ സോണി ഡാനിയൽ എന്നിവർ ഇന്ന് ഞങ്ങളോട് കൂടെ ഇല്ല. അവരുടെ ഒരു ഓർമ്മയ്ക്കൂടെ ആയിട്ട് ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ പൂർണ്ണ പരിപാലനം മെഡിക്കൽ കോളേജ് ചെയ്യുന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷേ ഇതിനൊരു താങ്ങായിട്ട് ഞങ്ങളുടെ ബാച്ച് എന്നും ഉണ്ടായിരിക്കും. ഈ സ്നേഹക്കൂടിനെ ഒരു സ്വന്തം വീടെന്ന പോലെ പരിപാലിക്കണമെന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നിതിൻ തോമസ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. നിതിൻ അവിടെ നേരിട്ട് പോയി കാര്യങ്ങളൊക്കെ കണ്ടതുമാണല്ലോ. നിതിൻ, പലപ്പോഴും നമ്മളൊക്കെയും ആശുപത്രിയിൽ പ്രിയപ്പെട്ടവരുടെയൊക്കെ കൂട്ടിരിപ്പുകാരായിട്ടുണ്ടാകും. അപ്പോഴും അത്യാവശ്യമാണ്, നമ്മൾക്ക് ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല, പക്ഷേ എന്തുകൊണ്ടോ കൃത്യമായിട്ടുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഒന്ന് ഫ്രഷ് ആകാനൊക്കെ ആയാലും അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംവിധാനം കൃത്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഉൾപ്പെടെ ആരെങ്കിലുമൊക്കെ ആശിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ടൊരു വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നത്. അത് തീർത്തും മാതൃകാപരം തന്നെയാണ്. ഒരുപാട് പേരുടെ പ്രയത്നം അതിന് പിന്നിലുണ്ട്. അപ്പോൾ നേരിട്ട് ചെന്നപ്പോഴുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ക്യാൻസർ വാർഡിനോട് ചേർന്ന് 1000 ചതുരശ്ര അടിയിൽ 35 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിനുള്ളിൽ വരുന്ന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഒരേ സമയം 10 പേർക്ക് കിടക്കാനുള്ള സൗകര്യം, കാത്തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കസേരകൾ, മറ്റ് സൗകര്യങ്ങൾ, പ്രത്യേകം ഭക്ഷണം കഴിക്കാനുള്ള മുറി, അതുപോലെ തന്നെ 4 ബാത്റൂമുകൾ, ഇത്തരത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ക്യാൻസർ രോഗികളുടെ കൂടെ വരുന്ന കൂട്ടിരിപ്പുകാർക്ക് ചിലപ്പോൾ മണിക്കൂറുകളോളമായിരിക്കാം ഇവരുടെ ചികിത്സ കഴിയുന്നത് വരെ ഇവർക്കൊപ്പം നിൽക്കേണ്ടി വരിക. അത്തരത്തിൽ നിൽക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഇവർക്ക് വിശ്രമിക്കാൻ അല്ലെങ്കിൽ മഴയും വെയിലും ഏൽക്കാതെ കയറിയിരിക്കാൻ ഒരു സ്നേഹക്കൂട് തന്നെയാണ് അവിടെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1985 ഇതേ മെഡിക്കൽ കോളേജിൽ പഠിച്ച 100 പേരുടെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. ആ ബാച്ചിലെ 80 പേരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള മുഴുവൻ സംഭാവനയും നൽകിയിരിക്കുന്നത്. ഈ കെട്ടിടം ഇതുപോലെ തന്നെ ഈ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്തെ കവാടം, അതേപോലെ തന്നെ മറ്റ് ചില നിർമ്മാണ പ്രവൃത്തികളും മറ്റ് ബാച്ചുകാർ ഇതേപോലെ തന്നെ, അതായത് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഈ മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ ഒരു ആശുപത്രിയിൽ ഇത്തരത്തിൽ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയിട്ട് ഒരു വിശ്രമ കേന്ദ്രം ഒരുക്കിയെടുക്കുന്നത്.